ക്ലീൻ ചെയ്ത് ഒരുപാട് ദിവസങ്ങളായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് പറയുന്നത്. കൂടുതൽ മടുപ്പിക്കാതെ നമുക്ക് ചാനലിലോട്ടേക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ ടാങ്ക്. നല്ല പൊടി പണം ഞങ്ങൾ പിടിച്ചിരിക്കുന്നതാണ്. ഇതാണ് ഞങ്ങൾ കഴുകാൻ പോകുന്ന മോളെ ടാങ്ക്. ഇതിൽ നിറയെ മീനുണ്ട്. എല്ലാം സെർച്ച് ചെയ്ത് നോക്കാം. ഞങ്ങൾ അടുത്ത അപ്ഡേറ്റും കൂടെ കാണിച്ചു തരുന്നതാണ് ഇതിലുള്ള. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിത് തുറക്കാം. പറന്നില്ല ഒരു കല്ലെടു ഇടിച്ച് തന്നെ തുറക്കാം. 2 hours later. 3 hours later. മീനൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വീഡിയോ ഇടുന്നതാണ്. ഇതിനകത്ത് മീനെ പിടിച്ചിടാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് മീനുകൾ ഒരുപാടുണ്ട്. ഇതൊരു ഒറ്റ തീരെ ഒരുപാട് നേരം വരും. അത്ര നേരമുള്ള വീഡിയോ നമ്മൾ ഇടുന്നില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ അപ്പം ഇടും. അപ്പോൾ ഗൈസ്, പിന്നെ വെള്ളമൊക്കെ തീരെ നല്ല ബോറടിക്കുന്നു. അതുകൊണ്ട് അത്ര നേരം നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബോറായിരിക്കും. അപ്പോൾ ഇത് വെള്ളം മട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ അപ്പം വരുന്നതായിരിക്കും. ഇതൊക്കെ മീനൊക്കെ ഭയങ്കര മീനൊക്കെയാണ്. ഇതൊക്കെ മാറ്റണം, നല്ല പണിയാണ്. കോരി 2-3 കിട്ടും. ഗൈസ്, ഇവിടുത്തെ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് മീനൊക്കെ മരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എല്ലാം വയ്യാതെ കളിയാണ്. ഈ വെള്ളം കാരണമാണ് ഇത്ര നമുക്ക് അവസ്ഥ വന്നത്. ഇതൊക്കെയാണ് നമ്മൾ മീനുകൾ നമ്മളെ ഇറക്കിയിട്ടുണ്ട്. നല്ല പ്രശ്നമാണ്. നമ്മൾ പ്രസവിക്കാൻ ഇത്ര അധികം പായലുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി കൂടെ വെള്ളം കുറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇതിനകത്ത് കയറിയാണ് പിടിക്കേണ്ടത്. ഒരു കുഞ്ഞും അത്രയ്ക്കൊന്നും വരുന്നില്ല. ഒരു ബ്ലാക്ക് മോണിയാണ്. ആ പായലൊക്കെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഇല്ല, അതിൻ്റെ ഇടയിൽ പൊളിക്കും. നമുക്ക് പായലൊക്കെ എടുത്ത് മാറ്റാം. ഒരുപാട് പായൽ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്തിരി ഇട്ടതാണ്. ഞാനിപ്പോൾ ഇത്രയും പിടിച്ചത്. നല്ല വെള്ളം അഴുക്കായിട്ടുണ്ട്. ഗൈസ്, ഈ സൈഡ് ഫുള്ള് ഡസ്റ്റ് എല്ലാം പിടിച്ചിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് കളയണം. സ്ക്രബ് ഗൈസ്, കുറച്ച് പിടിച്ചിട്ടുണ്ട്. ഇതിന് ഓരോ മണ്ടേനെ കൊണ്ട് ചാടി പോയിട്ടുണ്ട് കുറച്ച് മീനുകളെല്ലാം. അതിൽ നമ്മൾ പിടിച്ചാക്കുകയാണ്. എനിക്കെന്തിനാ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ക്യാമറമാൻ ആയിരുന്നു അത്. വീഡിയോയിൽ ദോഷമില്ലായി. ഒരുപാട് മീനുകൾ കിട്ടി. അതിൽ ഒരു മീൻ ചാടി ചാടിയുണ്ട്.
നല്ല പാടാണ് ഈ ചാനൽ ഇത്ര കഴിക്കുമ്പോൾ തീക്ഷിച്ചത് പോലും ഇല്ല. വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രഷ് എടുത്ത് തേക്കണം. നല്ല പാടുണ്ട്, അത് ചെയ്യണം. നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്യും. ഇത്രയും പാടൊന്നും വിചാരിച്ചത് പോലും നമ്മൾ ഫ്രീഫയറിന് പ്ലേയേഴ്സാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രം നമ്മൾ ഈ ചാനലിൽ തന്നെ ഗെയിമിനെ കുറിച്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൽ കഴുകൊണ്ടിരുന്ന വേണ്ടി കാലിലെന്തോ കുത്തിയപ്പോൾ നോക്കുന്ന ഗ്ലാസ് പീസ് എന്താ ജസ്റ്റ് മിസ്സിന് ആരെയും കാലിൽ കൊണ്ടിരിക്കും. നിന്റെ കാലം തന്നെ കൊണ്ട് എല്ലാ വെള്ളവും കാലിക്കണം. അപ്പം നമുക്കിനി വെള്ളം നിറയണം. നല്ലൊരു മഴയുടെ ഗോളുണ്ട്. അപ്പോൾ നല്ല പണിയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബും ലൈക്ക് ബട്ടൺ അമർത്തിയും എല്ലാം ചെയ്യും. നിങ്ങൾ ഇത് മാത്രം നമുക്ക് ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മൾ നിങ്ങളത് ചോദിക്കില്ല. വെള്ളം എടുത്തില്ല. മോട്ടർ വെള്ളം അടിച്ച് കളയുന്നുണ്ട്. മതിലല്ല അടിക്കുക. ഈ മതിലല്ല രീതിയിൽ കൊപ്പിടാ. ഇത്ര കഷ്ടപ്പെടുന്ന നിങ്ങൾ സബ്സ്ക്രൈബിനും ലൈക്കിനും വ്യൂസിനും വേണ്ടിയാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഭയങ്കര പണിയാണ് കിട്ടിയത്. നമ്മൾ മോട്ടറിൻ്റെ അതൊക്കെ ഊഴിപ്പോയോണ്ട് ഇപ്പോൾ ഭയങ്കര പണി. അതിനകത്ത് നല്ല മഴയും ഉണ്ട്. കാലാവസ്ഥ ഭയങ്കര ഡേഞ്ചറായിപ്പോയി. നമ്മൾ മീനൊക്കെ പിടിച്ചിടാൻ പോകുകയാണ്. വെള്ളമൊക്കെ നമ്മൾ സെറ്റായി. മഴയും കൂടെ പെയ്തോണ്ട് ഇപ്പോൾ ഇത്തിരി കൂടെ കളഞ്ഞ മീൻ എല്ലാം വിഷയമില്ല. പുറത്ത് കഴിഞ്ഞപ്പോൾ റെഡിയാകും എന്ന് തോന്നുന്നു. അത് വൈകാത്ത മീൻ ആദ്യം വീട്ടിലാണ് ഊച്ച വിടുന്നത്. മാറി നോക്കട്ടെ മീനല്ല. ഡേയ് പണിയാണ്. നമ്മൾ ഇതൊക്കെ കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അപ്പം ബൈ. വിചാരിച്ചതിനേക്കാൾ നല്ല പണിയുണ്ട്. ഇപ്പോൾ പകുതി മീനേയും കാണുന്നില്ല. എല്ലാം ഇവിടെ ചാടി ചാടി പോയി കാണും. വിചാരിച്ചതിനെക്കാട്ടും നല്ല പണിയുണ്ട് കാര്യം. ഇതിപ്പോൾ കുഞ്ഞു മീനെ പിടിക്കാൻ നല്ല പണിയാണ്. അപ്പോൾ ഇത് ചെയ്തപ്പോഴും അത്ര പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഇത്തിരി ടാസ്ക്കാണ് ചെയ്യുന്നത്. ഗൈസ് ഇത് കുറേ നേരത്തെ കഷ്ടപ്പാട് കാരണം കഴിഞ്ഞ് ഞങ്ങൾ ഈ വെള്ളം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചെല്ലാം മരിക്കാൻ കളയുന്നുണ്ട്. കാരണം വെള്ളം നല്ല കലങ്ങിയിട്ടുണ്ട്. ഫംഗസ് പിടിച്ചുകൊണ്ടാണ്. അതെല്ലാം ഞങ്ങൾ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. ബിഫോർ ആഫ്റ്റർ നോക്കിയാൽ ഇതിപ്പോൾ അതിനെക്കാട്ടി ഇത്തിരി ക്ലീൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ടിപ്സും കൊണ്ടായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നിരുന്നത്. നന്നായിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും മാത്രം മതി. എല്ലാവർക്കും ബൈ.